ഇത് അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ചില അഡീഷണൽ എലിമെന്റ്സ് നോക്കിയിട്ടാണ്. അത് ഒന്നിലധികം ആളുകൾ രജിസ്ട്രേഷൻ ലഭിക്കുന്നത് ഒരാൾക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി രജിസ്ട്രേഷൻ നൽകാതിരിക്കുന്നത് കൊണ്ടാണ്. അത് മാത്രമല്ല, പല രജിസ്ട്രേഷൻസും ഇത്തരത്തിൽ ലേബൽ ഫോമിലോ അല്ലെങ്കിൽ ലോഗോയുടെ കൂടെയോ ലെറ്റർ സ്റ്റൈലിലോ ഒക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. ക്വാളിറ്റി എന്നുള്ള പദത്തിന് വേർഡ് പെർ സേ ആയിട്ടുള്ള രജിസ്ട്രേഷൻ അല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഇത്തരത്തിലുള്ള പദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്വാളിറ്റി തന്നെ അലോങ് വിത്ത് സം അതർ വേർഡ്സ് 86 ആപ്ലിക്കേഷൻസ് വന്നു. അങ്ങനെ 86 ആപ്ലിക്കേഷൻസ് തുടരെ വരാനുള്ള കാരണം ക്വാളിറ്റി എന്ന് പറയുന്ന പദത്തിന്റെ ആ ഒരു കോമൺ ആണെന്നുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ്. അതൊരു കോമൺ ആയിട്ടുള്ള പദമാണ്, അതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പദമാണ് എന്നുള്ളത് കൊണ്ടാണ് പലരും ക്വാളിറ്റി എന്നുള്ള പദം അല്ലെങ്കിൽ അതിനോട് കൂടി മറ്റു പദങ്ങൾ കൂട്ടിച്ചേർത്ത് രജിസ്ട്രേഷന് ശ്രമിച്ചത്. പലർക്കും മോസ്റ്റ്ലി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ 86 എണ്ണത്തിൽ 8 or 10 കിട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കി 76 എണ്ണവും റെഫ്യൂസ്ഡോ അബാൻഡൻഡോ അല്ലെങ്കിൽ വിത്ഡ്രോണോ ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയും പേരുടെ ആപ്ലിക്കേഷൻസ് വെറുതെയായി. അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലോചിച്ചാണ് ഇത്തരത്തിലുള്ള പേരുകൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആലോചിക്കണം, 86 പേര് വന്നു ഇപ്പം തന്നെ എന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിലും ക്വാളിറ്റി എന്നുള്ള പദത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേരുകൾ ആപ്ലിക്കേഷനായിട്ട് ഫയൽ ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ 86-ലൊന്നോ അല്ലെങ്കിൽ 100-ലൊന്നോ ഒക്കെ ആയിട്ടുള്ള മറ്റു 100 ആൾക്കാരുണ്ട് അല്ലെങ്കിൽ 150 ആളുകളുടെ കൂടെ ഒരാളായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും, നമ്മുടെ ബ്രാൻഡ് നിൽക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു എൻറ്റൈറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഒരു പ്രത്യേകത, ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന, മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതും കൂടെ ആലോചിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള പേരുകൾ ഇടുമ്പം 100-ഉം 150-ഉം പേരുകളുടെ ഇടയിൽ, 100-ഉം 150-ഉം ബ്രാൻഡുകളുടെ ഇടയിൽ ഒരു ബ്രാൻഡായിട്ട് തിരിച്ചറിയാൻ പാടില്ലാതെ, ഐഡന്റിറ്റി ഇല്ലാതെ ഒരു പേരായിട്ട് നമ്മുടെ ബ്രാൻഡ് നിലനിൽക്കണമെന്നുള്ളത്. കാരണം ബ്രാൻഡിങ്ങിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവം തന്നെ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. 80-ഉം 100-ഉം മാർക്കുകൾ വരുന്നതിനിടയിൽ 101-ആയിട്ടോ 151-ആയിട്ടോ നമ്മൾ വരുമ്പോൾ അത്തരത്തിൽ ആ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്, ബ്രാൻഡിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് ഇല്ലാതാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.